ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ജേണൽ എന്ന് പറയുന്ന ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ നമ്മൾ ഇനി ഇതിൻ്റെ ഷോർട്ട് നോട്ടാണ് നോക്കുന്നത്. സോ ഷോർട്ട് നോട്ട് നോക്കുമ്പോൾ നിങ്ങളെ കൂടെ ഞാൻ എന്ത് ചെയ്യാം, ആ ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ നിങ്ങളോട് പഠിപ്പിച്ചു തരാം. സോ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈമിൽ നിന്ന് കിട്ടാനുള്ള ഡിലേക്ക് വന്നതിന് നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ക്രോമോ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുക്കുക, എന്നിട്ട് നോക്കിക്കോളാം. ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ NIS നോക്കടാ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ ഓക്കെ. +2 വേണമെങ്കിൽ കൊടുക്കുക, +2 അല്ല പ്ലസ്. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടൻസി ഇതിലുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് അക്കൗണ്ടൻസി 320 എന്ന് പറഞ്ഞ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്കിടെ ഈ ഒരു ഇന്റർഫേസ് വരും ഏതിൽ ചെയ്താലും. അപ്പൊ നമ്മുടെ ഇതിൽ ആക്ച്വലി നിങ്ങളുടെ ഇതുണ്ട്, ഇവിടെ ഫസ്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തത്. ഇംഗ്ലീഷിൽ ഇവിടെ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 ഇതുണ്ടോ. ഇതാണ് നിങ്ങളുടെ എന്ത് ടെക്സ്റ്റ് ബുക്ക്. ഇനി കണ്ടോ നിങ്ങളുടെ TMAക്കുള്ള ഇത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിലബസ് ബൈഫർക്കേഷൻ ഓഫ് അക്കൗണ്ടൻസി. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഒരിക്കലും മറക്കരുത്. ബൈഫർക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ബൈഫർക്കേഷൻ നോക്കട്ടെ എങ്ങനെയായിരുന്നു. TMAക്കുള്ള സെക്ഷൻസ്, ക്യാഷ് ബുക്ക്, അസൈൻമെന്റ്. അപ്പൊ നോക്കട്ടെ, നമ്മളിപ്പോ 5 ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ നോക്കട്ടെ 4ഉം 5ഉമാണ് ഏതിനുള്ളത്, നമ്മുടെ എക്സാമിനുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം പക്ഷെ ഈ 1ഉം 2ഉം 3ഉം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, 4ഉം 5ഉം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ബേസ് ആണ്. ഓക്കെ, പക്ഷെ എന്നാലും 4ഉം 5ഉം ആണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ 5 വരെ കളഞ്ഞു. 6 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ്. അപ്പൊ 6 നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കും. 4, 5, 6 നമ്മൾ എന്ത് പഠിച്ചു, പബ്ലിക് എക്സാമിനേഷൻ പഠിച്ചു. ഇനിയുള്ള 7, 8 നിങ്ങൾ എത്ര കാര്യമാക്കണം, ക്യാഷ് ബുക്കും സ്പെഷ്യൽ പേർപ്പസ് ബുക്കും. അപ്പൊ ഞാനതൊരു ജസ്റ്റ് ഓടിച്ചു പോവുമായിരിക്കും. മനസ്സിലാവും 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 7ഉം 8ഉം ലെസൺസ്, അതായത് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷനിൽ 8 ലെസൺസ് ഉണ്ട്. അതിലിപ്പോ ജേണൽ വരെ എത്തി നമ്മൾ 6 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. പിന്നെ ഒന്ന് സ്പീഡ് പോകും. ഓക്കെ, കാരണം അത് ചെയ്യാം, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. പിന്നെ അടുത്ത നമ്മളടുത്ത് ഇതിലോട്ട് കടക്കും. അപ്പോൾ അവിടെ ബൈഫർക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കടാ, പിന്നെ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കാം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ലേണേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ LG1 ഓരോ ചാപ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. ലേണേഴ്സ് ഗൈഡ് കണ്ടവിടെ, ലേണേഴ്സ് ഗൈഡ് TMAയുടെ പുറത്ത്. അപ്പൊ ലേണേഴ്സ് ഗൈഡ് ഉണ്ട്, ഓരോ ചാപ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കട്ടെ, വേണമെങ്കിൽ ചാപ്റ്റർ 4 മുതലും നോക്കാം. ചാപ്റ്റർ 4 ആണ് നമ്മൾ 3 വരെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ചാപ്റ്റർ 4 നമുക്ക് എടുക്കാം. ചാപ്റ്റർ 4 എന്തായിരുന്നു, അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ. അതിലെന്താണ് വൗച്ചേഴ്സ് എന്താണ്, ഇതൊക്കെയാണ് എൻ്റെ ഷോർട്ട് നോട്ട്. കാരണം നിങ്ങൾ പഠിക്കേണ്ടത് 4 എന്ന് പറയുന്നത് നമ്മൾ ബൈഫർക്കേഷനിൽ കണ്ടു, ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സസ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് എന്താണെന്ന് പറയുന്നു. ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഈ ട്രാൻസാക്ഷൻ വൗച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇക്വേഷന് നമ്മുടെ ഈ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. പിന്നെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, പിന്നെ ക്യാഷ് ബേസിസ്, അപ്രൂവൽ ബേസിസ്, നമ്മൾ ഹൈബ്രിഡ് ബേസിസ് ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ്. അതുപോലെ തന്നെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് മെക്കാനിസം കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ എൻട്രി മെക്കാനിസം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 5 മെക്കാനിസം. പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്, ഫൈനാൻഷ്യൽ പൊസിഷൻ, ഓപ്പറേഷണൽ റിസൾട്ട്, അക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നിങ്ങളൊക്കെ ക്ലാസ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഇതിന് ഷോർട്ടായിട്ട് വരുന്നത്. ജസ്റ്റ് എത്ര പേജ് ഉള്ളൂ, അത് 1, 2 പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി 2 പേജ് മാത്രം മനസ്സിലായി. അതെല്ലാം പഠിക്കണം, മനസ്സിലാക്കുമ്പോൾ എല്ലാം ഓക്കെ. ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക, ഈ ലേണേഴ്സ് ഗൈഡിലുള്ളത് മാത്രം. അപ്പൊ ഇനി നമുക്ക് ജേണൽ എന്ന് പറഞ്ഞ സെക്ഷനാണ് എടുക്കുന്നത്. അപ്പൊ ഇനി ജേണൽ
കുറെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ആക്ച്വലി ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ചാപ്റ്റർ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ. ചാപ്റ്ററിന്റെ പേര് ജേണൽ. എന്താ ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ബുക്ക് കീപ്പിംഗ് പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഇപ്പൊ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യം ഡിസ്കസ് ചെയ്യും. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ റെക്കോർഡിങ്ങിലോ നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങുക. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് എങ്ങനെയാണോ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതിലോട്ട് നമ്മൾ തുടങ്ങും. ഇപ്പൊ നമ്മൾ കുറെ ബേസസ് ആണ് ഇതുവരെ ഉണ്ടാക്കിയത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. നമ്മൾ എങ്ങനെയാണോ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ ബിസിനസ്സിലും ബാലൻസ് ആയിക്കോട്ടെ, ഏത് ബിസിനസ്സിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എഴുതി. Okay, systematic. Arise what the books are. The business keeps many books. പല പല ബുക്സ് ഒക്കെ കിപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ജേണൽ. ജേണൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ജേണൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഡ്രോ ദ ഫോർമാറ്റ് ഓഫ് ജേണൽ. എങ്ങനെയാണ് ഒരു ജേണലിന്റെ ഫോർമാറ്റ്, എന്താണ് ഇതിന്റെ രൂപം. പിന്നെ എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് ജേണൽ. എങ്ങനെയാണ് ജേണല് നമ്മൾ പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ജേണൽസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ. സിമ്പിൾ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, കോമ്പൗണ്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസിഫൈ ജേണൽ ഇൻടു സ്പെഷ്യൽ ജേണൽ ആൻഡ് ജേണൽ പേപ്പർ. അതുപോലെ തന്നെ സ്പെഷ്യൽ ജേണൽ എന്താണ്, പ്രോപ്പർ ജേണൽ പ്രോപ്പർ എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ജേണലിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ. ഇത് നമുക്കറിയാലോ, TMAക്കുള്ളതല്ല, ഇത് 3 എക്സാമിനേഷനുള്ള ഏരിയയാണ്. സോ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, സോ കം ടു ദ പോയിന്റ്. അപ്പോൾ ഈ ജേണലിനെ പറ്റി ഒരു ഐഡിയ നമ്മൾ ആക്ച്വലി തരുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കണം ജേണൽ മീനിങ് ആൻഡ് ഫോർമാറ്റ്. എന്താണ് ജേണൽ ഉള്ളതും ജേണലിന്റെ മീനിങ് എന്താണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. യെസ്, ഇപ്പൊ ജേണൽ എന്താ നോക്കുമ്പോൾ, ജേണൽ ഇസ് എ ബുക്ക്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ, ബുക്കാണ് ഓഫ് അക്കൗണ്ട്സിന്റെ in which all day-to-day business transactions are recorded in chronological order. സോ നോക്കടാ, ഡേ ടു ഡേ ഓരോ ദിവസങ്ങളിലും നടക്കുന്ന ട്രാൻസാക്ഷൻസിന് അതിന്റെ ഓർഡറിൽ ആദ്യം എന്ത് സംഭവിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓർഡറിൽ, കൃത്യമായി ക്രോണോളജിക്കൽ കറക്റ്റ് ഓർഡറിൽ. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഒക്കറൻസ്. ഏതാണ് ആദ്യം ഉണ്ടായത്, ആദ്യം സംഭവിച്ച കാര്യം നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യും, പിന്നെ സംഭവിച്ച കാര്യം നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണൽ. ഓക്കെ, the transaction when recorded in journal are known as entries. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് ജേണലിൽ വഴി നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനെ പറയുന്നത് നമ്മൾ എൻട്രി. അത് ഓരോ റെക്കോർഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് എൻട്രി. മനസ്സിലായല്ലോ. പിന്നെ നോക്കണം, ഇഫ് ദ ബുക്ക് in which transaction are recorded the first time ആണ് റെക്കോർഡിങ്, journal is also known as book of original record. ചിലപ്പോൾ ഇതൊരു MCQ ആയിട്ട് ചോദിക്കാം. ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡിലൂടെ എന്തിനു പേരുണ്ട്, ജേണലിന്റെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. പ്രൈമറി എൻട്രി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് അതിന്റെ ഒരു മറ്റൊരു പേരാണ് ജേണൽ. ഓക്കെ, പിന്നെ നോക്കണം, ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ ആർ ക്ലാസിഫൈഡ് ഇൻടു വേരിയസ് കാറ്റഗറി. പലതായിട്ട് കാറ്റഗറി ഉണ്ട്. അസറ്റ്, എക്സ്പെൻസ് എന്നൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്താണ് ഫോർമാറ്റ് ഓഫ് ജേണൽ. ഇതാണ് കറക്റ്റ് ഫോർമാറ്റ്. നോക്കിക്കോ, എന്താണ് ഒരു എന്താ പറയാ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ, എവറി ജേണൽ ആർ വിത്ത് ഫോളോയിങ് ഫോർമാറ്റ്. താഴെ പറയുന്ന ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവും. ദിസ് columnar book is column has given name of its top format of journal. ഒരു താഴെ ഇങ്ങനെ കോളംസ് തന്നിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ടൈറ്റിൽ ഉണ്ടെന്ന് പറയാം. അപ്പൊ ജേണൽ നോക്കണം, ഫസ്റ്റ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ട്രാൻസാക്ഷൻ ഏത് ദിവസമാണോ നടക്കുന്നത്. കാരണം ഡേറ്റ് നമ്മൾ ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഫസ്റ്റ് ഡേറ്റ്. പിന്നെ പെർട്ടിക്കുലേഴ്സ്. ഈ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ എൻട്രി ആണ് എഴുതുക. ഓക്കെ, എന്താണ് സംഭവിച്ചത്.
പിന്നെ ലെഡ്ജർ ഫോളിയോ, അടുത്തെന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് ഓരോ നമ്പേഴ്സ് ഒക്കെ കാര്യം. ഈ ലെഡ്ജർ ഫോളിയോ എന്തോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, അടുത്ത ചാപ്റ്റർ എടുത്താലേ മനസ്സിലാവും. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ലെസൺ അല്ലെങ്കിൽ 6 അത് എടുത്തു കഴിഞ്ഞാൽ ഈ ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും. ആ ലെഡ്ജറിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പേരൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ലെഡ്ജർ എന്താണെന്ന് മനസ്സിലായാലും ലെഡ്ജർ ഫോളിയോ. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ഡി ആർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡെബിറ്റിന്റെ ഷോർട്ട് ഡി ആർ. അപ്പൊ ഡെബിറ്റ് എമൗണ്ട് എന്താണ്? സി ആർ. സി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ജേണൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ അപ്പൊ നോക്കി എന്തൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഹെഡിങ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുന്നുണ്ട്. ഇതിന് നോക്കണം, ഫസ്റ്റ് ഇവിടെ ഡേറ്റ് ഉണ്ടാവും, പിന്നെ പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോന്റെ ഷോർട്ട് ഫോം ആണ് LF. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഡബിൾ എൻട്രി സിസ്റ്റം വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. 2 എഫക്ട്സ് ഉണ്ട്, രണ്ടെണ്ണത്തിന് എഫക്റ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഫോർമാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് എങ്ങനെ, ജസ്റ്റ് ഇത്ര ഉള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ എടുക്കുക, ഇങ്ങനെ ലൈൻ. ഫസ്റ്റ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളോ. ലെഡ്ജർ ഫോളോക്ക് ചെറിയ ലൈൻ ആയിട്ടാണ്. പിന്നെ ഡെബിറ്റ്, ക്രെഡിറ്റ്. നമ്മൾ ജേർണൽസ് കുറെ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ വരും. ഫോർമാറ്റ് ഒക്കെ ആണല്ലോ. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഡെബിറ്റ്. ഇനി കോളം വൈസ് ഡീറ്റെയിൽസ് ആണ്. ഇനി നോക്കടാ, താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോളം ഇസ് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ വിത്ത് മന്ത് ഓഫ് അക്കൗണ്ടിങ് ഇയർ. ഡേറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. സപ്പോസ് നോക്കണ ഡേറ്റ് കൊടുക്കുന്നുണ്ട് 2014 ഏപ്രിൽ 15. എല്ലാം ഏത് ദിവസം, ഏത് മാസം, ഏത് വർഷം, എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ. ഇനി പെർട്ടിക്കുലേഴ്സ്. പെർട്ടിക്കുലേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പെർട്ടിക്കുലേഴ്സിൽ എന്താ, ഏത് ഇതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ക്യാഷ് ഡെബിറ്റ് ചെയ്യും, മറ്റേത് ക്രെഡിറ്റ് ചെയ്യും അല്ലെ. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, മറ്റേ കുറഞ്ഞ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അത് ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ. അത് ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യും നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ എഴുതുക. അപ്പൊ നോക്കട്ടെ, റെന്റ് പെയ്ഡ് ഓൺ ക്യാഷ് ഫസ്റ്റ് ഏപ്രിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഡേറ്റ് 2014 ഏപ്രിൽ 1. ആ പെർട്ടിക്കുലേഴ്സ് എന്നുള്ളടത്ത് എന്ത് വരിക, റെന്റ് അക്കൗണ്ട് അല്ലെ. അതാ റെന്റ് എന്ന് പറയുന്നത് അല്ലെ, റെന്റ് പെയ്ഡ് ചെയ്തു. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക, റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ലേ. അപ്പൊ ആ എക്സ്പെൻസ് കൂടിയില്ലേ, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇതിന് പൈസ കൊടുത്തപ്പോൾ ക്യാഷ് കുറഞ്ഞില്ലേ, അപ്പൊ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഉണ്ടോ ഇതിന്റെ എൻട്രി എന്ത് വരിക, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ക്രെഡിറ്റ്. എങ്ങനെ എൻട്രി ചെയ്താൽ നോക്കിക്കോ, റെന്റ് കൊടുത്താൽ റെന്റിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞു, റെന്റ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയും, അപ്പൊ ക്രെഡിറ്റ്. എല്ലാത്തിനും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അപ്പൊ ഇവിടെ ആര് ഡെബിറ്റ് ചെയ്യണം, റെന്റ്. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പൊ ഡെപ്റ്റർ നമ്മൾ ആദ്യം എഴുതാം 2. ഓക്കെ, ഇവിടെ ഈ 2 വരുന്നത് ക്രെഡിറ്റർ ആയിരിക്കും. 2 ആയിരിക്കും ക്യാഷ് അക്കൗണ്ട് ഉണ്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് എൻട്രി ചെയ്താൽ ഉണ്ടോ. ഈ 2 എന്ന് പറയുന്ന ഈ 2 എന്ന് പറയുന്ന ആയിരിക്കും ഉണ്ടാവുക, ക്രെഡിറ്റ്. എപ്പോഴും ഡെബിറ്റ് ക്രെഡിറ്റ്, ഫസ്റ്റ് ഡെബിറ്റ് എഴുതും പിന്നെ ക്രെഡിറ്റ് എഴുതുക. അപ്പൊ ഇവിടെ അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ DR എന്ന് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ്. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, ക്രെഡിറ്റ് എഴുതിയതാണ്. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിലാണ് റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ്. അതിനെ നരേഷൻ എന്താ പറയാ, നരേഷൻ. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഒരു എൻട്രി വന്നു, എൻട്രി മാത്രം കണ്ട റെന്റ് കൊടുത്തു, റെന്റ് ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ് ആ സംഭവത്തിന് നമ്മൾ ആ ട്രാൻസാക്ഷൻ ആയിട്ട് എഴുതി. അതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലാവില്ല നിങ്ങൾക്ക്, എന്താ പറയാ, നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ നമ്മളെ ശരിക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടും. എന്താ, ദ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ജേർണൽ ഈസ് സപ്പോസ്ഡ് ടു, നമ്മളിത് പോസ്റ്റ് ചെയ്യും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വേരിയസ് റിലേറ്റഡ് അക്കൗണ്ടിങ് ലെഡ്ജർ. അതിന് പറയുന്നത് ലെഡ്ജർ. നമ്മൾ ഓരോരോ അക്കൗണ്ടിലോട്ട് പിന്നീട് ഇത് പോസ്റ്റ് ചെയ്യും. അതിനെ ഇതാണ്, അതായത് ലെഡ്ജർ എന്നാണ് എത്ര ഉള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ ഇങ്ങനെ എൻട്രീസ് ചെയ്തു, പല പല എൻട്രീസ്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നതിനും ഓരോ എൻട്രീസ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ എൻട്രീസ് ഉണ്ടാവില്ലേ,
ഈ എൻട്രീസിന് ഇപ്പോൾ ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ഉണ്ടാവും. അതിലെന്താ ഉണ്ടാവുക? ക്യാഷ് മാത്രമുള്ളതേ ഉണ്ടാവും. ഓക്കെ, അതിനാണ് അപ്പൊ ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഇപ്പോൾ ലെഡ്ജർ സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതൊരു ലെഡ്ജർ ആണ് വിചാരിച്ചത്. അതിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? സാലറി ആയിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ കുറേ ട്രാൻസാക്ഷൻ നമ്മളിങ്ങനെ എഴുതി പോകുകയും ജേണൽ. അതിന് പിന്നീട് നമ്മളിത് പോസ്റ്റ് ഇതിന്റെ ജേണൽ നമ്മളിത് ലെഡ്ജറിലോട്ട് മാറ്റും. അപ്പൊ ലെഡ്ജർ ആണ് നമുക്ക്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പൊ ആ ലെഡ്ജർ ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെഡ്ജർ ഫോളിയോ കോളം എൻ്റർ ദ പേജ് നമ്പർ വേർ ദ അക്കൗണ്ടിങ് ഓപ്പൺ പോസ്റ്റിംഗ് ദ ജനറേഷൻ മെയ്ഡ്. അപ്പൊ ആ എവിടെയാണ് ആ ലെഡ്ജർ കിടക്കുന്നത് അതിന്റെ ഒരു എന്താ പറയാ പേജ് നമ്പർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഡെബിറ്റ് അക്കൗണ്ട്. ഡെബിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ the amount is to be debited written against the name line which is debited account. ഏതാണോ ഡെബിറ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് എത്ര ഡെബിറ്റ് ചെയ്തത് ആ എമൗണ്ട് ആണ് അവിടെ കാണിച്ചത്. ക്രെഡിറ്റ് എമൗണ്ട് ആണ് ക്രെഡിറ്റ് എമൗണ്ട് കാണിക്കാനുള്ള. ഇനി ഒരു എക്സാമ്പിൾ കംപ്ലീറ്റ് പെയ്ഡ് 4000 റെന്റ് ഓൺ 1/1/2020. അപ്പൊ നമ്മുടെ ഇവിടെ ഡേറ്റ് കൊടുത്തു. ഫസ്റ്റ് ഉണ്ട് ഇങ്ങനെയല്ല നമ്മുടെ ജേണൽ ഉണ്ടാവുക. ഇവിടെ LF കൊടുക്കാതെ നമ്മൾ ഇതിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ ലെഡ്ജർ ഫോളിയോ കൊടുത്തിട്ടില്ല. കാരണം ലെഡ്ജറിനെ നമ്മൾ പറ്റി പഠിച്ചിട്ടില്ല. പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് ഇവിടെ 2024 ഏപ്രിൽ 1. എന്നാലും അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ 1/4/2014 ഇങ്ങനെ എഴുതിയാൽ മതി. 1/4/2000 ഫസ്റ്റ് ഏപ്രിൽ 2014. രണ്ടാമത്തത് റെന്റ് പെയ്ഡ് ചെയ്തത്. റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷിനാണ് രണ്ടാമത് എഫക്ട് ചെയ്യുക. ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അതാണ് റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് ആദ്യം ഡെബിറ്റുള്ള ആക്കണം. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഈ കുത്തൊന്നും വേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതുക, റെന്റ് അക്കൗണ്ട്. അക്കൗണ്ടിന്റെ ഷോർട്ടാണ് AC. ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അതിന് അതിനെ പറയുന്നതിന് അക്കൗണ്ടിന്റെ ഷോർട്ടാണ്. സോ അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി റെന്റ് പേര്. പിന്നെ പറയുന്നത് നരേഷൻ. അതെന്താ നമ്മൾ താഴെ എഴുതാം. ഡെബിറ്റ് എമൗണ്ട് റെന്റ് എത്ര കൊടുത്തത്? 4000. ക്യാഷ് കൊടുത്തത് 4000. കുറവൊന്നുമില്ല, 4000 കൊടുത്തു. അപ്പൊ 4000 ഡെബിറ്റ് ചെയ്തു, 4000 ക്രെഡിറ്റ്. റെന്റ് അക്കൗണ്ട് 4000, ക്യാഷ് കുറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് വാട്ട് ഈസ് ജേണൽ. ജേണൽ നമ്മൾ പഠിച്ചു. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് മതി. പ്രോസസ് ഓഫ് ജേണലൈസിങ്. എങ്ങനെയാണ് നമ്മൾ ഈ ജേണൽ എൻട്രീസ് ഓരോന്ന് പോസ്റ്റ്? അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈയിങ് ദ അക്കൗണ്ട്. ഓക്കെ, എന്താണ് ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് അടിക്കാൻ നമ്മൾ ചെയ്യില്ല, ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ദ അക്കൗണ്ട്. എന്താണ് പറഞ്ഞത്? ഏത് അക്കൗണ്ടിനെയാണ് ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് വർത്ത് 10,000 ആർ പർച്ചേസ് ഫോർ ക്യാഷ്. 10,000 രൂപയ്ക്ക് ക്യാഷ് പർച്ചേസ് എന്ത് ചെയ്തോ നമ്മൾ ഗുഡ്സ് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അക്കൗണ്ടിനൊക്കെ ഒന്ന് പറയാം? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി അക്കൗണ്ട് നിങ്ങൾക്ക് കൂട്ടും. മനസ്സിലായോ? നമ്മുടെ അക്കൗണ്ടന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസ് നമ്മൾ പർച്ചേസിനെ അഫക്ട് ചെയ്യും അല്ലെ. പർച്ചേസ് നമ്മൾ 16 രൂപയ്ക്ക് സാധനം കൊടുത്ത് പർച്ചേസ് എന്ന് പറഞ്ഞതിന് ആ പർച്ചേസ് കൂടുകയാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, ചെലവാണ്. പർച്ചേസ് കൂടും. അതുപോലെ തന്നെ ക്യാഷിനെ അഫക്ട് ചെയ്യൂടെ. ക്യാഷ് കുറഞ്ഞില്ലടാ, ക്യാഷ് കൊടുത്താലുള്ള സാധനം കിട്ടുക. പർച്ചേസിനെ അഫക്ട് ചെയ്യും, ക്യാഷിനെ അഫക്ട് ചെയ്യും. അപ്പൊ ആദ്യം എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഏത് അക്കൗണ്ടിനൊക്കെ അത് അഫക്ട് ചെയ്യും? പർച്ചേസിനെ അഫക്ട് ചെയ്യും. രണ്ടാമത്തെ റെക്കോർഡിംഗ് ഓഫ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്? ഇപ്പൊ നമ്മളെ ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവാ അല്ലെ. അത് എന്ത് അക്കൗണ്ടാ? എക്സ്പെൻസ് അക്കൗണ്ടാ. എക്സ്പെൻസ് എന്ന് പറഞ്ഞതിലുള്ള കാറ്റഗറിയിലുള്ള വരിക. പിന്നെ ക്യാഷ് എന്തായിരുന്നു? അസറ്റ്. അപ്പൊ അവിടെ പർച്ചേസ് എന്ന് പറയുന്നത് കൂടി, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് കുറഞ്ഞു അല്ലെ, പൈസ കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഏത് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നതാണ്? അപ്ലൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ളത് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് എന്താ? അസറ്റും എക്സ്പെൻസും കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, എക്സ്പെൻസും അസറ്റും കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ലയബിലിറ്റി, ക്യാപിറ്റല്, ഇൻകം. ഓക്കെ, അല്ലെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ദ ട്രാൻസാക്ഷൻ ജേണലൈസ്. പർച്ചേസിനാണ് പർച്ചേസ് അക്കൗണ്ട്. ഡേറ്റ് കൊടുത്തുള്ള ഡേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം.
പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്, പർച്ചേസ് കൂടി എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്തു, 10,000 ഇത്രയും ലെഡ്ജർ ഫ്ലോയിൽ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇല്ലുസ്ട്രേഷൻ 1. എന്താ ഇല്ലുസ്ട്രേഷൻ 1? അനലൈസ് ദ ടാബുലർ ഫോർ, എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ടു ജേണൽ ഓഫ് ബഗ്വാട്ട് ആൻഡ് സൺസ്. ബഗ്വാട്ട് ആൻഡ് സൺസിന്റെ കുറെ സംഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജേണൽ എൻട്രി 2014 നടന്നു. സോ ഇതിനെ നമ്മൾ ജേണലൈസ് ചെയ്യാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജേണലൈസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താ, 2014 ജനുവരി 1 അത് നമുക്ക് എന്ത് എഴുതാം? ഒരു ജേണൽ ജേണൽ എങ്ങനെ ഉണ്ടാവുക? ഫസ്റ്റ് ഡേറ്റ് ഉണ്ടാവും അല്ലെ, ഡേറ്റ്, രണ്ടാമത്തെ പെർട്ടിക്കുലേഴ്സ്, പിന്നെ ലെഡ്ജർ ഫോളിയോ, പിന്നെ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെയെല്ലാം ഉണ്ടാവുക. ഇനി ഇതിലുള്ള ഓരോന്നും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് ആണ് എന്താ ഉണ്ടായത്? ജനുവരി 1 തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എത്ര ചെയ്തു? ക്യാഷ് കൊണ്ട് ബിസിനസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉണ്ടായത്? എന്തിനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാ. അപ്പൊ ക്യാപിറ്റൽ കൂടിയില്ലേ? ക്യാപിറ്റൽ എന്നാണ് മൂലധനം കൊണ്ടുവരുകയല്ല ചെയ്തത്. അപ്പൊ ക്യാപിറ്റൽ കൂടി. 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൂടി, ക്യാഷും കൂടി, കയ്യിലുണ്ടായിരുന്ന ക്യാഷും കൂടിയില്ലേ? അപ്പൊ ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മനസ്സിൽ പറഞ്ഞോളൂ. ക്യാപിറ്റൽ കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് കൂടിയാലോ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആരെ ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ക്രെഡിറ്റ്. പിന്നെ എൻട്രി എന്ത് ചെയ്യുക? ആദ്യം ഡേറ്റ് ചെയ്ത ഡേറ്റ് എന്നാ? 1/1 അല്ലേ, 1 ജനുവരി 2024 ഡേറ്റ് എഴുതി. ഇനി പെർട്ടിക്കുലേഴ്സ് എൻട്രി എന്ത് ചെയ്യുക? ഇവിടെ ക്യാഷും ക്യാപിറ്റലും ഉള്ളത്. അപ്പോൾ ക്യാഷിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യാം, കാരണം ക്യാഷ് കൂടി, ക്യാഷ് അസറ്റ് അക്കൗണ്ടാണ്, അസറ്റ് കൂടിയ ഡെബിറ്റ് ചെയ്യാം. പിന്നെ മറ്റേത് കുറയാണ് ചെയ്തത്, ക്യാപിറ്റൽ കൂടി, അപ്പോൾ ക്യാപിറ്റലും കൂടി, ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ എൻട്രി എങ്ങനെ എഴുതരുത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയ രീതി ഉണ്ടാവും. ഇവിടെ ഉണ്ട് ഈ ക്യാഷിന്റെ കുറച്ച് നമ്മൾ നേരെ താഴെയല്ല ചെയ്യുന്നത്, കുറച്ചും കൂടെ മാറിയതാണ്. അങ്ങനെ തന്നെ വരും കേട്ടോ. ലെഡ്ജർ ഫോളോ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. എത്ര രൂപയാണ്? 1,00,000. സോ ഡെബിറ്റ് ചെയ്തത് ക്യാഷ് നമ്മളെ കയ്യിൽ വന്നത് എത്രയാണ്? 1,00,000. ക്യാപിറ്റലോട്ട് ആക്കുന്നുണ്ട് 1,00,000. ഉണ്ടാവും. എപ്പോഴും ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും, അല്ലാത്തൊരു സിറ്റുവേഷൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇതിന്റെ നാരേഷൻ എഴുതാം, എന്താ സംഭവിച്ചത്. നമുക്ക് ഇതിന്റെ നാരേഷൻ എന്താ എഴുതാം? സ്റ്റാർട്ടഡ്, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 1 lakh ബ്രാക്കറ്റ് കഴിഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ജേണലൈസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അവർ ചെയ്ത് നോക്കാം. കണ്ടോ, ട്രാൻസാക്ഷൻ ഓക്കെ, അവരങ്ങനെയല്ലോ ആക്ച്വലി എഴുതിയിട്ടുള്ളത്, കുറച്ചുകൂടെ ഇതായിട്ടാണ്. ട്രാൻസാക്ഷൻ എന്താ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഓണർ, ക്യാഷ് അഫക്റ്റഡ് അക്കൗണ്ട്, ക്യാഷ് ക്യാപിറ്റൽ രണ്ടിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, മറ്റേ ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ട് ഇൻക്രീസ് ആണ്. അതുകൊണ്ട് ക്യാഷ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പൊ അതിന്റെ എൻട്രി ആക്ച്വലി ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ.